സെക്രട്ടറി, ട്രഷറർ, മറ്റ് മെമ്പർമാർ, നമ്മൾ ഇന്നിവിടെ യാദൃശ്ചികമായിട്ടൊരു അനുശോചന യോഗം. അപ്പം യാദൃശ്ചികം എന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ നമ്മളുടെ ആർക്ക് വേണമെങ്കിലും ആകാം. അതിൻ്റെ ഈ ബോർഡ്, ഈ ഫോട്ടോ ഇപ്പോൾ വൈദ്യമാസം തന്നേ ഉള്ളൂ. അത് വേറെ ആവാം. ഇതിനു മുമ്പ് നമ്മൾ കൊടുത്തപ്പെട്ട ഇപ്പം അടുത്ത് നമ്മൾ കൂടിയ 91 ബാച്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സാധിച്ച. അപ്പോൾ ഞാൻ രാവിലെ മുജീബിനെയാണ് വിളിച്ചത്. ഫസ്റ്റിൽ മാഷ മരണവാർത്ത അറിഞ്ഞപ്പോൾ ഏതൊരു സ്കൂൾ ഗ്രൂപ്പിൽ തന്നെയാണ് വന്നത്. എങ്കിലും അവനാണ് കാന്തപുരയ്ക്ക് അടുത്തുള്ള ആളുമാണല്ലോ, ചെപ്പലടുത്ത്. വിളിച്ച് ബോധ്യപ്പെട്ട് ഒരു ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. 1 മണിക്കൂറാണ് വീട്ടിലെത്തുമെന്നും പറഞ്ഞു. അപ്പോൾ ഈ മാഷ ഒരു അനുഭവങ്ങളും മറ്റും നമ്മൾ അനുസ്മരിക്കാനാണല്ലോ അപ്പോൾ അനുഭവങ്ങളും കൂടിയത്. പിന്നെ മാഷ 1979 NJ അവിടെ സ്റ്റാർട്ട് ചെയ്തത്. ജൂൺ മാസം ആ ഫസ്റ്റ് അധ്യയന വർഷത്തിൽ, അതിൽ ഓഗസ്റ്റ് മാസത്തിലാണ് ഇവിടെ ജോയിൻ ചെയ്തതെന്നാണ് എനിക്ക് കിട്ടിയൊരു അറിവാണ്. അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ചെറിയ അങ്ങോട്ടും പോകാം. അപ്പോൾ ആ വർഷത്തിൽ തന്നെ എൻ്റെ ഫാമിലിയിൽ പെട്ട എൻ്റെ പെങ്ങളുണ്ടായിരുന്നു, എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ. പെങ്ങളിപ്പം മരിച്ചുപോയി. അപ്പോൾ ഇയാൾ പിന്നെ HM ഏത് കുട്ടിയുടെ വീട്ടിലും വരുന്ന അങ്ങനെയൊക്കെ അനുഭവമായിരിക്കും. അപ്പോൾ വാപ്പയായിട്ട് ബന്ധമുണ്ട്, എല്ലാവരും വാപ്പമാരും രക്ഷിതാക്കളുമായിട്ട് ബന്ധമുണ്ടാവും, വരികയായിരുന്നു. അന്ന് ഞാൻ അന്ന് UP LP സ്കൂളാണ്. അപ്പോൾ പിന്നെ വന്ന് കുറച്ചിരിക്കും. പിന്നെ കൂടുതൽ കാരാട്ട കാതമാഷം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ വരുമ്പോൾ അന്ന് പറയായിരുന്നു ഇവനെ അങ്ങോട്ടാക്കണം, MJ-യിലേക്ക് ആക്കണമെന്ന് വാപ്പോട് പറയും. അത് സ്വാഭാവികം ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ എൻ്റെ ജ്യേഷ്ഠന് പിന്നെ എൻ്റെ വേറെ 2 പെങ്ങന്മാർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെയുള്ള അനുഭവം പറഞ്ഞാൽ മാഷത്ത് നിന്നുള്ള നമ്മൾ കിട്ടിയൊരു അനുഭവം ആദ്യം എല്ലാവർക്കും ഉണ്ടാവാം. ഒരു ഭയം, മാഷക്കാണ്ട് അന്നൊക്കെ ഒരു ഭയമായിരുന്നു. പക്ഷേ ഞാൻ 8ാം ക്ലാസ് എത്തിയപ്പോഴാണ് പക്ഷെ ഭയമുണ്ട്. പിന്നെ 9ാം ക്ലാസ് ലാസ്റ്റ് 10ാം ക്ലാസ് ഓടിയിട്ട് മാഷോടുള്ള ഭയം എന്നോട്ട് പോയി. അതിന് നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു കർക്കശയാണ് നമുക്ക് ജീവിതത്തിൽ നാളേക്ക് അത് മുതൽക്കൂട്ടാവുന്നതെന്നുള്ള അന്നേരം തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ പഠിക്കുക എന്നുള്ളതൊക്കെ നമ്മളെ ജീവിതത്തിൽ പറഞ്ഞതാണ്. എത്രത്തോളം പഠിക്കുക, മികച്ച പഠനം, മാർക്ക് നേടുക. അത് പിന്നെ മാഷ പറഞ്ഞ കാര്യമില്ലല്ലോ. മാഷിൽ നിന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് പിന്നെ അനുഭവത്തിലുള്ളതും ആ അച്ചടക്കം. ഞങ്ങൾ എല്ലാവരും ഇപ്പം പറയാം ഡിസിപ്ലിൻ എന്ന് പറയും. അച്ചടക്കം അത് എല്ലാ മേഖലയിലും എനിക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഞാനൊക്കെ പഠനത്തിൽ ഒരു ആവറേജ് ആയിരുന്നു. അതിൽ നിന്ന് പോയിട്ട് പിന്നെ പല ബിസിനസ് ചെറിയ കച്ചവടങ്ങൾ ചെയ്യുമ്പം പലതും കണ്ടുമുട്ടി അവസാന കാലം പിന്നെ ഞങ്ങളെ ബന്ധത്തിൽ നിന്നൊരു കല്യാണം വരികയും മുമ്പേ മകളുടെ കൂടെ പോയിലുള്ള മകളുടെ മകൻ കിട്ടിയത് എൻ്റെ ഏറ്റവും അടുത്തൊരു ബന്ധത്തിൽ. അപ്പോൾ ഞങ്ങൾ എല്ലാ ഫംഗ്ഷനിലും മുമ്പിലുണ്ടാവും. അപ്പോൾ കാണുമ്പോൾ പറയായിരുന്നു പിന്നെ അന്നേരം മുമ്പ് ഇതാ പറയാം, കച്ചവടം ഈ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ ഏത് ജോലിയാണെങ്കിലും കച്ചവടമായാലും ജോലി തന്നെയാണെങ്കിലും ജോലിയിലുള്ള അച്ചടക്കം അതെപ്പോഴും പാലിക്കണമെന്ന് പറയും. അപ്പോൾ അതൊരു അനുഭവമാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. പിന്നെ ഒരുപാട് പറയാനുണ്ടാവും. ഞാൻ തന്നെ എല്ലാ അനുഭവവും പറഞ്ഞ് നിങ്ങൾ 10-20 പേര് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ അനുഭവം പറഞ്ഞ് ആവർത്തന വിരസത വേണ്ടതെന്ന് ഞാൻ നിർത്തുകയാണ്. നമുക്ക് ആദ്യമായിട്ട് ഞാൻ ഇതൊരു ഒരു പൊതുയോഗമായിട്ടൊന്നും കാണേണ്ട എങ്കിലും പക്ഷെ തന്നെ ആദ്യമായിട്ട് ഞാൻ നമ്മുടെ ഹെഡ് മാസ്റ്റർ മരണപ്പെട്ടു പോയ ഹെഡ് മാസ്റ്റർ നമ്മളൊക്കെ കാലഘട്ടത്തിൽ HM ആയിരുന്നു വൈദ്യ മാഷ 2 വാക്ക് സംസാരിക്കാൻ മുജീബ് ചോയ് മഠത്തിനെ ക്ഷണിക്കാൻ. ഒരു 2 സെക്കൻഡ്. ഓക്കെ.